ഇത് നമ്മുടെ നിയമാവാരി നമ്മൾ ചില പുതിയ നാട്ടിൽ നിന്ന് കുറേ ടീമുകൾ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് ആൾക്കാർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ പേരെന്തായിരുന്നു? അജിൻ, വിധു. ഇവര് ഹസ്ബൻഡ് വൈഫ്. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല ആദ്യം കണ്ടപ്പോൾ. കണ്ട സെയിം ഒരു ആങ്ങളെയും പെങ്ങളുടെ ലുക്ക് ഉണ്ട് രണ്ടുപേരും കണ്ടാൽ. ഹസ്ബൻഡ് വൈഫാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ആദ്യം ചേട്ടനെ വിളിച്ചിട്ടല്ല വന്നത്. അതെ, ഞങ്ങൾ വിളിക്കാതെ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം വിളിച്ചിട്ട് വന്നാൽ പ്രയോജനമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആൾക്കാർ അടുത്തിരിപ്പുണ്ട്. അവർ വിളിച്ചിട്ട് വന്നതാണ്. വിളിച്ചിട്ട് നേരത്തെ ബുക്ക് ചെയ്ത് വന്നവരാണ്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല. ഹോട്ടൽ ഉണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇച്ചിരി ഉറക്കനെ പറയാറുന്നില്ല. ആദ്യം ഒരു ആളെ ഒരു ഓട്ടോക്കാരനെ പരിചയപ്പെട്ട് പുള്ളിക്കാരൻ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഒന്ന് കറക്കി. അതാണ് സൂററ്റിൽ ഒരു പ്രശ്നമാണെന്ന് പറയുന്നത്. ഓട്ടോയിൽ നമ്മൾ വന്നാൽ അവർ ഫുള്ളിട്ടൊന്ന് കറക്കി എടുത്ത് അതിനകത്ത് നിങ്ങളതിന് വെറുതെ പൈസ പോവും. അതിന്റെ 2 പേരാണ് ഈ നിൽക്കുന്നവര്. പിന്നീട് എന്താണ്? അവസാനം ഞങ്ങൾ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി റൂം എടുത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുവാണെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ ചെയ്തു തരാം. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ എന്നെ വിളിക്കുവാണെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ ചെയ്തു തരാം. അതനുസരിച്ച് പിന്നീട് ഇത് എന്തെങ്കിലും പറഞ്ഞോളൂ. ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ സൂററ്റിൽ നിന്ന്. അപ്പൊ സൂററ്റിന്റെ വേറെ സ്ഥലത്ത് ഉത്രാൻ എന്ന് പറഞ്ഞ 8 കിലോമീറ്റർ അപ്പുറമാണ്. സൂററ്റിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറം ഉത്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർക്ക് ഹോട്ടൽ പോലും എടുത്തു കൊടുത്തത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് വരുന്നത്. ഇവിടുത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചായിരുന്നോ? വാങ്ങിച്ചു. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ സെലക്ഷനും ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. അപ്പം മലയാളികൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു ചിലർക്ക് പ്രശ്നമായിരിക്കും. ഇല്ല അങ്ങനെ ഇവിടെ ഫ്രണ്ട്ലിയാണ്. ഇതെല്ലാം ഒരു ഫാമിലിയെ പോലാണ്. നമ്മൾ ഹിന്ദി ചിലപ്പോൾ ചിലർക്ക് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഹിന്ദിക്കാരാണെങ്കിൽ ഇവർക്കെല്ലാം മലയാളി അറിയാം. മലയാളി അറിയാം. അതൊരു മലയാളിയാ, പേര് അനൂപ് എന്നാ. പക്ഷെ മലയാളി അല്ല, പക്ഷെ മലയാളം അറിയാം. ഇരിക്കുന്ന അകത്ത് അന്തരാജം ഇതാണ് ഇവിടെ നമ്മുടെ എല്ലാമായ സഞ്ജയ് ഭായ്. ഇത് അനൂപ്, മലയാളം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. മതി ഞാൻ അകത്തോട്ട് വാ. ഇവര് നാട്ടിൽ നിന്ന് വന്നവരാണ്. ഇവര് നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വന്നവരാണ്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. ഞങ്ങള് പിന്നെ വിളിച്ചിട്ട് വന്നതായതുകൊണ്ട് എല്ലാരും നല്ല ഇതായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എല്ലാ കാര്യങ്ങളും സുഖമായിരുന്നു. താമസവും സുഖമായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു തന്നെ പറഞ്ഞേന്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ആകാശ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? സ്റ്റേഷനിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എല്ലാ കാര്യത്തിനും പ്രിൻസേട്ടൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാ കാര്യം കൊണ്ടും മറ്റേ ടിക്കറ്റ് ഇങ്ങോട്ടേക്ക് വരണതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റൂം സെറ്റ് ചെയ്യാനും എല്ലാം പ്രിൻസേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഇതിലാമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും നല്ല സൂപ്പറായിരുന്നു. കാരണം ഞങ്ങൾക്ക് സാധനങ്ങളായാലും പിന്നെ താമസ സൗകര്യം പിന്നെ ആഹാരത്തിൻ്റെ പിന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനും എല്ലാം നമ്പർ 1. ഇവിടെ വന്നാൽ നമുക്കൊന്നും കൊണ്ട് പേടിക്കേണ്ട. എല്ലാ പർച്ചേസും ചെയ്ത് നല്ല രീതി നമുക്ക് നാട്ടിൽ പോയി ബിസിനസ്സൊക്കെ നല്ല രീതി മുന്നോട്ട് പോകാൻ ബലപ്പെടുത്തും. അതുപോലെ തന്നെ ഇവിടുന്ന് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ സപ്പോർട്ടും നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്റെ ഭായി, ബ്രദർ, എനിക്ക് പ്രിൻസ് ബ്രദർ. പക്ഷെ എനിക്ക് ഇച്ചിരി എല്ലാവരുടെയും പേര് പെട്ടെന്ന് കിട്ടത്തില്ല, അതുകൊണ്ട് സോറി. ഓക്കെ. അപ്പൊ മായങ്ക് ഭായ് എങ്ങനെയുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? मेरा तो दुकान है। नहीं दुकान है, फिर भी आज का एक्सपीरियंस कैसे? इन लोगों का सबको मतलब केरला बहुत अच्छा लगता है ऐसे कस्टमर विजिट करते हैं और ऐसा सबका लव है और सबका ट्रस्ट है जो और कलेक्शन लाने में डेवलपमेंट करने का कॉन्फिडेंस मतलब एक ये आ रहा है हमारे को, एक उत्साह, क्या बोलते हैं, आता है एक अच्छा सा इंटरेस्ट आता है कि नया कलेक्शन लाना है, नया प्रोडक्शन लाना है, डिजाइन लाना है और वो सब पॉसिबल है कस्टमर के सपोर्ट और लव की वजह से. അപ്പം ഇതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ടത്. കസ്റ്റമറിന്റെ സപ്പോർട്ടും കസ്റ്റമറിന് അതുകൊണ്ടാണ് സ്നേഹവും. അതാണ് നമ്മൾ ഒരു ഫാമിലിയെ പോലാണ് വരിക. നമ്മള് ഇപ്പൊ എന്തോ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വിഷയമില്ല. നിങ്ങൾക്ക് ഏത് സമയവും നമുക്ക് സൂററ്റിലേക്ക് സ്വാഗതം. എല്ലാവരും സൂററ്റിലോട്ട് വരിക, പർച്ചേസ് ചെയ്യുക. നിങ്ങൾ നാട്ടിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ് തുടങ്ങുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.